ഹേ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, നമുക്കിന്നൊരു ക്രിസ്മസ് കാർണിവൽ കാണാൻ പോയാലോ? ഞങ്ങൾ 5 പേരും കൂടെ കേട്ടോ ഗൈസ് പോയിട്ടുണ്ടായിരുന്നത് കാണാൻ വേണ്ടിയിട്ട്. രാത്രിയാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറേ പരദൂഷണമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചർച്ചിലെത്തി. ഇതാട്ടോ ചർച്ച്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അകത്ത് കയറിയേ. ഞങ്ങൾക്ക് നേരത്തെ തന്നെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അകത്ത് കയറുമ്പോൾ തന്നെ ഇതായിരുന്നു അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ക്രിസ്മസ് സാൻഡയാണ്. പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പുൽക്കൂടിൻ്റെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു. ഒറിജിനൽ പുൽക്കൂടിനൊക്കെ പോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ 2026 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ. പിന്നെ ഞങ്ങൾ കമ്മലിൻ്റെ സെക്ഷനിലോട്ടാട്ടോ പോയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. കമ്മലൊക്കെ നല്ല സെലക്ഷൻ ആയിരുന്നു. പിന്നെ ഞാൻ സർബത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൈനാപ്പിളാണിത്. പിന്നെ എനിക്ക് കുറച്ച് കിട്ടിയോണ്ടുള്ള ഒരു മുഖഭാവമാണ് ഗൈസ്, അങ്ങനെ ഒരു എക്സ്പ്രഷൻ. പിന്നെ ഞങ്ങൾ കുറച്ച് കടയിലൊക്കെ കയറി. ഇതാണ് കേട്ടോ മുകളിൽ വരുമ്പോഴത്തേക്കും ആ ചർച്ചിൻ്റെ ഭംഗി. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് അമ്പല്ല ഷോ എന്നാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ല ഇതെന്താ സംഭവമെന്ന്. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു രാത്രി കാണാൻ വേണ്ടിയിട്ട്. വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാണ് വെച്ചതെന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല. അറിയുന്നൊരു കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനൊരു ഒട്ടകത്തിനെ കണ്ടു. പിന്നെ വഴിയിലൊരു കാറ് ഇങ്ങനെ വെക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ഞാനത് മേടിച്ചു. പിന്നെ കുറച്ച് പാൻസിയിലൊക്കെ കയറി പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ നടന്നപ്പോൾ ഈ ഒരു സംഭവം കണ്ടു. ഇതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വരുമ്പോൾ കാണാൻ പറ്റണമെന്ന് പറഞ്ഞാൽ കുറേ ലൈറ്റ്സ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്ന ഒരു സ്നോ സിറ്റി എന്നാണ്. സ്നോ സിറ്റി എന്ന പേരും ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഗൈസ്. അതിനകത്ത് കുറേ ഇങ്ങനെ പഞ്ഞിയൊക്കെ വെച്ചിട്ട്. പിന്നെ ഞങ്ങൾ ഒരു ബൺമസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹൊറർ ഹൗസിൽ കയറിയിട്ടുണ്ടായിരുന്നേ. എല്ലാവരും നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു റൈഡിലും കയറിയിട്ടുണ്ടായിരുന്നു. ഈ റൈഡിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല ഗൈസ്, അതാ പേര് പറയാത്തെ. പിന്നെ ആ ഒരു ഹൊറർ ഹൗസിൽ കയറിയ എഫക്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സർബത്തും ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ റൈഡിൽ കയറിയപ്പോൾ ഉള്ളൊരു വീഡിയോ ആണിത്. അതിൽ ആഡാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം ഇതൊക്കെ കണ്ടു നിന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 9:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നടന്നു റോഡിൽ കൂടെ. ബാക്കിൽ നിന്ന് വരുന്ന ആൾ, ആ കഴിക്കുന്ന ആളെ ആർക്കെങ്കിലും പരിചയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ കാർണിവൽ ബൈയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവളെ കൊണ്ടൊരു ബൈയൊക്കെ പറയിപ്പിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.